ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കളിക്കിടയിൽ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. സിനിമയിലും നാടകത്തിലുമൊക്കെ ധാരാളം ചിരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. അത് കണ്ട് നമ്മൾ പൊട്ടി ചിരിക്കാറുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാൻ ഇത്തരം ചിരി രംഗങ്ങൾക്ക് സാധിക്കും. അത്തരമൊരു ഹാസ്യരംഗമാണ്, ഒരു നാടകത്തിലെ ഹാസ്യരംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചിറയിൻ കീഴിലെ ഒരു നാടകവേദിയാണ് ഈ കഥയിൽ മുഖചിത്രമായി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പട്ടി കുരയ്ക്കുന്ന രംഗമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പ്രശസ്ത നടി KPSC ലളിതയുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേര് കളിക്കിടയിൽ എന്നാണ്. നാടക അവതരണം നടക്കുന്ന സ്റ്റേജിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുവാൻ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞവർക്ക് ആ വാതിലിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് കയറാനും പറ്റുകയുള്ളൂ. അഭിനേതാക്കൾക്ക് കഴിക്കാൻ ഉള്ള ഭക്ഷണം മേക്കപ്പ് റൂമിൻ്റെ ഒരു മൂലയിലാണ്, ഒരു മുക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭക്ഷണം മണം വന്നപ്പോൾ അതിൽ കൊതിമൂത്ത ഒരു പട്ടി അവിടേക്ക് കയറി വന്നു. ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കൃഷ്ണപിള്ളച്ചേട്ടൻ മേക്കപ്പ് റൂമിൻ്റെ വാതിൽ അടച്ചു. പട്ടി വേഗം സ്റ്റേജിലേക്ക് ഓടിക്കയറി. കൃഷ്ണപിള്ളച്ചേട്ടൻ വടി കൊണ്ട് തല്ലാനോങ്ങിയപ്പോൾ പട്ടി വേഗം സ്റ്റേജിൻ്റെ നടുവിലേക്ക് വന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. തുലാഭാരം എന്ന നാടകം. തോപ്പിൽ കൃഷ്ണപിള്ളച്ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. അപ്പോൾ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം. പട്ടിയുടെ കുര കാരണം നാടകം ആകെ അലങ്കോലമായി. തിക്കും തിരക്കും ബഹളവും. തുടർന്ന് നാടകം നിർത്തിവെക്കേണ്ടി വന്നു. കാലൊന്നുയർത്തിയ ഗോവിന്ദൻ കുട്ടിച്ചേട്ടനെ കണ്ട് പട്ടി ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാം ഈ നാടകത്തിലെ ഹാസ്യ രംഗങ്ങളായി മാറി. ഈ രംഗങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണിവിടെ പ്രശസ്ത നടി KPSC ലളിത. പേജ് നമ്പർ 33 പേജ് നമ്പർ 34 നന്നായിട്ട് നല്ല പോലെ കൂട്ടുകാർ വായിക്കുമല്ലോ. 34 പേജ് നമ്പർ 34 വായിക്കാൻ പറയാമെന്ന ഭാഗത്ത് നാടകാവതരണത്തിൻ്റെ വേദിയെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും KPSC ലളിത പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർ വായിക്കുക, പറയുക. പട്ടി വന്നതോടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ അതെല്ലാം ഈ ഭാഗത്തുണ്ട്. അത് കൂട്ടുകാർ നോട്ടിലേക്ക് എഴുതി വയ്ക്കുമല്ലോ. ഇനി ക്ലാസ്സിലൊരു നാടകം അവതരിപ്പിച്ചാലോ? കളിക്കിടയിൽ എന്ന ഓർമ്മക്കുറിപ്പിൽ KPSC ലളിത വിവരിക്കുന്ന സംഭവം ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യുക. ആദ്യമായി കഥാപാത്രങ്ങളെയെല്ലാം സെലക്ട് ചെയ്യുക. തുടർന്ന് അതൊന്ന് അഭിനയിച്ച് നോക്കുക. ടീച്ചറുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ ഈ ഒരു കളിക്കിടയിൽ എന്ന നാടകം അവതരിപ്പിക്കുമല്ലോ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഇങ്ങനെ നാടകഗാനങ്ങളൊക്കെ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. ഇതാ മറ്റൊരു നാടകഗാനം. അമ്പിളിയമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്, കുന്തിച്ചിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്, അമ്പിളിയമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്, മന്ദാരക്കാവിലെ വേലപൂരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ ഞമ്മക്കും പോവണ്ടേ, മകരക്കൊയ്ത്ത് കഴിഞ്ഞ് മാനം തെളിഞ്ഞാല് മന്ദാരക്കാവിലെ പൂരം കൊടിയേറും. ഇതുപോലത്തെ നാടൻ പാട്ടുകളെല്ലാം കൂട്ടുകാർ ശേഖരിച്ചു വെക്കുമല്ലോ. നാടൻ പാട്ടിന് പുറമെ മറ്റെന്തെല്ലാം പാട്ടുകളുണ്ട്? വഞ്ചിപ്പാട്ടുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്, നാടകഗാനങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടുകാരുടെ ശേഖര പുസ്തകത്തിൽ ശേഖരിച്ചു വെക്കാൻ മറക്കരുതേ. വായ്ത്താരികൾ ചേർത്ത് പാടുന്ന നാടൻ പാട്ടുകളും ശേഖരിച്ചു വെക്കാൻ മറക്കരുതേ. തന്നിന്ന തന്നിന്ന തന്നിന്നാനോ തന്നിന്നാനോ താനന്ന തന്നാന തന്നിന്നാനോ ഏഹേ. ഇതിന് പുറമെ വഞ്ചിപ്പാട്ടുകളും ഉണ്ട്. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതകതൈതോം. ഇത് ചുണ്ടൻ വള്ളം ആഞ്ഞു തൊഴിയുമ്പോൾ പാടുന്ന പാട്ടാണ്. ആറന്മുള വള്ളം കളിക്കൊക്കെ
വഞ്ചിപ്പാട്ടുകൾ പാടാറുണ്ട്. പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതൊഴുന്നേൻ. ഇതൊക്കെ വഞ്ചിപ്പാട്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വെള്ളം പൊങ്ങുമ്പോൾ എന്ന അടുത്ത പാഠഭാഗവുമായി അടുത്ത ഭാഗത്ത് കാണാം.